عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله مولانا العظيم. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: رجب شهر الله وشعبان شهري ورمضان شهر أمتي. صدق رسول الله صلى الله عليه وسلم. كفاك ربك كم يكفيك واكفة كف كافها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم شكشكة كلت لك الكليكا كفاك ما بكفا كالكاف كربته يا كوكبا كان تحكي كوكب الفلكا. الحمد لله ألف مرة. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ അൻവാറെ ഫജറിന്റെ ആത്മീയ മജ്‌ലിസിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാരെ, വളരെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധമാണെന്ന് പറഞ്ഞ പരിശുദ്ധ റജബ് മാസത്തിന്റെ പരിശുദ്ധമായ പ്രഥമ ആദ്യ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹനീയമായ രാത്രിയിൽ അള്ളാഹു കബൂൽ ചെയ്യുന്ന വിഭാഗത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ദുആ ചെയ്യാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ളവരെയും ആമീൻ പറയാൻ കാത്തിരിക്കുന്നവരെയും നമ്മുടെ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും അള്ളാഹു ചേർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം അള്ളാഹു നീക്കി തരട്ടെ. പലതരത്തിലുമുള്ള രോഗങ്ങൾ, അസ്വാസ്ഥ്യങ്ങൾ, പല മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു എല്ലാം ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കട്ടെ. അള്ളാഹു ഇങ്ങനെയൊരു മഹനീയമായ മുഹൂർത്തത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ, ഫിക്ർ, ശുക്രിലായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തതുപോലെ
നാളെ അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ വാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയും നമ്മുടെ കന്നവന്മാരും വന്യരായ ഗുരുനാഥന്മാരും നമ്മുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യ രാവിന്റെ ഈ സന്തോഷത്തിലാണ് നാമൊക്കെ. ആണല്ലോ, വലിയ താല്പര്യത്തിൽ, വലിയ മോഹത്തിൽ അല്ലാഹു അത് നമുക്ക് സമ്മാനമായി തന്നു. അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഈ പരിശുദ്ധ രാവിലേക്ക് കയറി വന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രാവിന്റെ എല്ലാ മഹത്വം കിട്ടാനും, ഇത് മാത്രമല്ല, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മുഴുവൻ പോരിശകളും ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ അവർ ആദ്യം പ്രഥമമായി പറയേണ്ടതും ചൊല്ലേണ്ടതുമായ ദുആ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യം നമ്മൾ ആ ദുആ ചൊല്ലിക്കൊണ്ടാണ് ഈ മാസത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയിൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ മാസത്തെ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾ സുന്നത്തായി പറയണം എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ കൊണ്ട്, ദിക്ർ കൊണ്ട് തന്നെ തുടങ്ങാൻ നമുക്ക് എല്ലാവരും ഒപ്പം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാൽ റുസ്ദിൻ വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക ആമൻതു ബില്ലാഹില്ലദീ ഖലഖക ആമൻതു ബില്ലാഹില്ലദീ ഖലഖക അൽഹംദുലില്ലാഹില്ലദീ ذهب بشهر جماد الآخر وجاء بشهر رجب تقبل الله. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ ഈ ദുആഇന്റെ ബെനിഫിറ്റ് എന്നറിയോ? എന്തിനാ ഈ ദുആ ചെയ്യാൻ പറഞ്ഞത്? ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ദിനരാത്രങ്ങളൊക്കെ തന്നെ നമുക്ക് അനുകൂലമായി കിട്ടാൻ റജബ് മാസം കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ, പരിശുദ്ധമായ റജബ് മാസം കൊണ്ട് അല്ലാഹുവിന്റെ മനോഹരമായ സ്വർഗം വാങ്ങുന്ന ആളുകൾ, ഈ റജബ് മാസത്തിന്റെ എല്ലാ നന്മകളും ഒന്നും നഷ്ടപ്പെടാതെ സ്വീകരിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തമ്പുരാൻ തരാൻ പോകുന്ന എല്ലാ നിഅമത്തുകളും, എല്ലാ ഖൈറുകളും, എല്ലാ അനുഗ്രഹങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഖൽബ് തുറന്ന് സ്വീകരിക്കാൻ കഴിയുന്ന വലിയ അവസരം അല്ലാഹു തുറന്നു തരാൻ പോകുകയാണ്. രോഗം വന്ന് ഈ റജബിന്റെ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ, വിശ്വാസികൾ വന്ന് നന്മകൾ ഒരിക്കലും പോകാതിരിക്കാൻ, മടിയും പ്രയാസങ്ങളും വന്ന് ഈ റജബിന്റെ മനോഹരമായ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ, ഈമാനിന് സലാമത്താണ്, ശരീരത്തിന് സലാമത്താണ്, അപകടങ്ങൾ വരാതിരിക്കാൻ, അപകട മരണങ്ങൾ വരാതിരിക്കാൻ ഈ പരിശുദ്ധമായ ദുആഇന് വല്ലാത്ത പവറാണ്, വല്ലാത്ത ശക്തിയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദുആഇന്റെ ഭാഗ്യം മുഴുവനും തുറന്നു നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി സുന്നത്തായ അടുത്ത അമൽ കേട്ടോളൂ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ മഹാന്മാരായ ഫുഖഹാക്കൾ, മഹാന്മാരായ പണ്ഡിത ലോകം ഉലമാക്കൾ, അയിമത്തുകൾ പറയുന്നുണ്ട്. ഒരു പുതിയ മാസം കയറി വന്നാൽ ആ മാസത്തെ സ്വീകരിക്കുന്ന ആദ്യ രാവിൽ ഏറ്റവും മനോഹരമാണ് റജബിന്റെ രാവ്. ഈ പരിശുദ്ധമായ രാവ് ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കേവലം ഒരു രാവ് മാത്രമല്ല, ഒരു മാസം മാത്രമല്ല, ഒരു ദിവസം മാത്രമല്ല, ഒരു ലൈഫ് ടൈം മുഴുവനും ലാഭമാണ്, വിജയമാണ്, ഫൗസാണ്. അല്ലാഹുവേ,
ഈ റജബ് മാസം കൊണ്ട് വിജയിച്ച ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ രാവിൽ പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എന്താ അതിന്റെ ബെനിഫിറ്റ് എന്നറിയോ? ഇന്നത്തെ ദിവസം സൂറത്തുൽ മുൽക്ക് ഒരാൾക്ക് പ്രഥമ ദിവസത്തിന്റെ മാസത്തിന്റെ ആദ്യ രാവിന്റെ തുടക്കത്തിൽ സുന്നത്താണ് എന്ന നിയ്യത്തോടെ. കാരണം സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൻജിയ, അത് നരകത്തിന്റെയും ഖബറിന്റെയും അദാബിനെ തടഞ്ഞു വെക്കുന്ന സൂറത്താണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ മുടങ്ങാതെ ഓതുന്നവരാണ്. എന്നാൽ കേവലം പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മാത്രമല്ല, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെയും തട്ടിവെക്കാൻ ഏറ്റവും പവറാണ് സൂറത്തുൽ മുൽക്ക്. തീരാത്ത തോരാത്ത, ഒരിക്കലും അവസാനിക്കില്ലെന്ന് വിചാരിച്ച പല രോഗങ്ങളും പൈശാചികമായ അസുഖങ്ങളും പ്രശ്നങ്ങളും അത് മാറിപ്പോകാൻ സൂറത്തുൽ മുൽക്ക് പാരായണം കാരണമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ ആ പരിശുദ്ധമായ സൂറത്ത് ഓതാൻ പോവാൻ. തെറ്റുകൂടാതെ നോക്കി ഓതാൻ ശ്രമിക്കണം നമ്മൾ. ഖുർആൻ ഓതുമ്പോ ഖുർആൻ എഴുതപ്പെട്ടതിൽ നോക്കി ഓതൽ പ്രത്യേകം സുന്നത്താണ്. മനപ്പാടമുള്ള സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ പോലും അത് നോക്കി ഓതുമ്പോ വല്ലാത്ത കൂലിയാണ്, 2000 ഹസനത്താണ്. ഖുർആനിൽ നമ്മൾ മനപ്പാടമുള്ളത് ഓതുമ്പോ അല്ലാഹു നൽകുന്ന കൂലിയല്ല, മനപ്പാടമുള്ളതാണെങ്കിൽ പോലും, ഒരു ഖുൽ ഹുവല്ലാഹു അഹദാണെങ്കിൽ പോലും മുസ്ഹഫിലേക്ക് നോക്കി ഓതിയാൽ അതിന് 2000 ഹസനത്താണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, നമ്മൾ അത്ര വലിയ കൂലിയാണ്. അപ്പൊ നമ്മൾ നോക്കി മാക്സിമം തെറ്റുകൂടാതെ എല്ലാവരും എന്റെ കൂടെ മാക്സിമം ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് സൂറത്തുൽ മുൽക്ക് ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين
يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنساكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم തഖബ്ബൽ അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. എത്ര നിഅമത്ത് അല്ലാഹു ചെയ്തത് ഈ പരിശുദ്ധമായ രാവിൽ ഇത് ഓതാൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ അല്ലേ? എത്ര നിഅമത്താണ്, എത്ര സ്തുതിച്ചാലാണ് മതിയാവുക? 30 ദിവസത്തേക്ക് ഇതിന്റെ പോരിശയും ബറക്കത്തും നമുക്ക് ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉറക്കമീൻ പറയിൻ. അല്ലാഹുവേ ഞങ്ങൾ കബൂൽ ചെയ്യണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി മൂന്നാമത്തെ അമൽ പറയാം. മൂന്നാമത്തെ അമൽ എന്താ? ഈ മാസത്തെ കുറിച്ച് മഹാന്മാർ പറയുന്നത് എന്താണെന്നറിയോ? റജബ് മാസം അത് ശഹുറുൽ ഇസ്തിഗ്ഫാർ ആണെന്നാണ്. ഇസ്തിഗ്ഫാറിന്റെ മാസം ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ രാവിലത്തെ നമ്മുടെ അൻവാർ ഫജറിന്റെ ക്ലാസ് കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
ഈ പരിശുദ്ധമായ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ വിജയത്തിന് ആർക്കൊക്കെ ആവശ്യമുണ്ട്, റമളാൻ ആർക്കൊക്കെ അനുകൂലമായി കിട്ടണം. അപ്പോൾ ആ മാസം വരുമ്പോ അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അദീമൽ മുബാറക ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് റമളാൻ അനുകൂലാക്കണേ റബ്ബേ എന്ന കേവലം ദുആ ചെയ്തവർക്ക് മാത്രം കിട്ടൂല. ദുആ ചെയ്ത് കിട്ടുന്ന ആർക്കെന്നറിയോ? അതിന് പ്രവർത്തനത്തിൽ ആ വലിയ ഭാഗ്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ്. ഇപ്പൊ റമളാൻ വന്നിട്ട് പടച്ചോനെ റമളാൻ ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചവർക്ക് റമളാൻ കിട്ടൂല. അതെന്താ കിട്ടാത്തത്? ആദ്യം റമളാൻ അല്ലാഹു തരികയല്ല ചെയ്യുന്നത്, അതിന് മുന്നോടിയായി മുഖദ്ദിമയായി 2 മാസം മുന്നിൽ വെച്ചു. അതൊരു ഓർഡറാണ്, പടച്ചന്റെ ഓർഡറാണ്. റജബ്, ശഅബാൻ, റമളാൻ. റജബിൽ ചില ഒരുക്കങ്ങൾ വേണം. റജബിൽ ഒരു വിശ്വാസി അവന്റെ കൽബിനെ കഴുകി ശുദ്ധീകരിക്കണം. അതിനെന്താ മാർഗം? അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നതോടൊപ്പം കണ്ണിലൂടെ കണ്ണുനീര് നമ്മുടെ കൽബ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ശഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് കിട്ടിയില്ലെങ്കിൽ ശഅബാൻ കിട്ടൂല. 1ാം ക്ലാസ് കഴിയാത്ത ഒരാൾക്ക് 2ാം ക്ലാസ്സിൽ ഒന്നും നടക്കില്ല, കയറ്റിയിരുത്തൂല നമ്മുടെ ടീച്ചേഴ്സ്. എന്താ കാരണം? 1 കഴിഞ്ഞിട്ടില്ല. റജബ് കിട്ടാതെ പ്രിയപ്പെട്ടവരെ നിർവാഹമില്ല. അതുകൊണ്ട് റജബ് കിട്ടേണ്ടത് എങ്ങനെയാണ്? റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. പരിശുദ്ധമായ റജബ് നമ്മുടെ കോടിക്കണക്കിന് പാപങ്ങളെ ശുദ്ധീകരിച്ചെടുക്കേണ്ട മാസമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, പാപങ്ങളെമ്പാടും ചെയ്തു പോയ ആളുകൾ, തെറ്റുകളെമ്പാടും ചെയ്തു പോയ ആളുകൾ അവരുടെ തെറ്റുകൾ മുഴുവൻ മാപ്പാക്കി കിട്ടിയിട്ട് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നറിയോ? മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, അവർക്ക് പറയും വലിയ മഹാനാണ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ പറയുന്നുണ്ട്, റജബ് മാസം സമാഗതമായാൽ റജബിന്റെ എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും സജീവമായി നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാറുണ്ട്. മഹാനവറുകൾ പറയാൻ, ആ ഇസ്തിഗ്ഫാർ കേവലം ചൊല്ലല്ല, നമ്മുടെ 2 കരങ്ങളും റാഫിഅൻ യദൈഹി അല്ലാഹുവിന്റെ ദർബാറിലേക്ക്, ദുആഇന്റെ ഖിബലയിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന്. ദുആ ചെയ്യുന്നതിനൊരു മര്യാദയുണ്ട്, അല്ലാഹുവിനോട് ചോദിക്കുന്നതിനൊരു അദബുണ്ട്. അങ്ങനെ ചോദിച്ചാലാണ് അല്ലാഹു പെട്ടെന്ന് ആ ദുആ കബൂൽ ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈയിന്റെ ഉൾഭാഗം എന്ത് ചെയ്യണം? നമ്മൾ ആകാശത്തേക്ക് 2 കൈയും ചേർത്തി പിടിക്കുക, അകറ്റി പിടിക്കുക. 2 ആകാൻ കുഴപ്പമില്ല, അകറ്റിയും ചേർത്തിയും പിടിക്കാം. ചേർത്തി പിടിക്കൽ കുറച്ചുകൂടെ നന്നാകും എന്ന് പറയുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് മഹാന്മാരുടെ ഇബാറത്തിലൂടെ. അപ്പൊ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിശ്വാസിനി റജബിന്റെ ആദ്യ രാവ് മുതൽ റാഫിഅൻ യദൈഹി 2 കരങ്ങളും ആകാശ ലോകത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഇസ്തിഗ്ഫാർ പറയുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. നമുക്ക് പറയാൻ പാടില്ലല്ലോ, ഒരു പ്രയാസമല്ലല്ലോ, എത്ര എളുപ്പമാണ്, എത്ര സിമ്പിളാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി എന്താ ഈ പറയുന്നത് കൂടെ നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ അല്ലാ. വതുബ് അലയ്യ, എൻ്റെ മേൽ നീ തൗബയെ സ്വീകരിക്കണം അല്ലാ. എനിക്ക് മാപ്പ് തരണം, എനിക്ക് റഹ്മത്ത് ചെയ്യണം, എൻ്റെ തൗബയെ സ്വീകരിക്കണം. ഈ പരിശുദ്ധമായ അദ്കാറുകൾ പ്രിയപ്പെട്ടവരെ 70 വട്ടം ചൊല്ലാൻ പോവാണ് ഈ പരിശുദ്ധമായ രാവിൽ. വെറുതെ മനസ്സിൽ വേദന കരച്ചിലില്ലാതെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം 1 കോടി ഒരാൾ ചൊല്ലിന്ന് കൂട്ടിക്കോ, 100 500 അല്ല, 1 കോടി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കൽബിൽ കരച്ചിലുണ്ടായില്ല, വേദനിച്ചുകൊണ്ടല്ല, ഇങ്ങനെ പലതും ചിന്തിച്ചിങ്ങനെ ചൊല്ലിപ്പോയി. എന്നാൽ അവൻ 1 കോടി ഇസ്തിഗ്ഫാർ വേറെ ചെല്ലണം, ഇത് പൊറുക്കാൻ വേണ്ടിയിട്ട്. ഏത് ഇസ്തിഗ്ഫാർ ചൊല്ലിയത്? അതുകൊണ്ട് ഹൃദയത്തിന് കൽബിന് പ്രസൻസ് ഇല്ലാതെയുള്ള ഇസ്തിഗ്ഫാർ പോലും തെറ്റാണ്.
അപ്പൊ ഹൃദയ സാന്നിധ്യം വേണം. നമ്മൾ കണ്ണടച്ച് നമ്മുടെ കൽബ് തുറക്കണം. കണ്ണടച്ച് കൽബ് തുറക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം ഉണ്ടാവും. എല്ലാവരും എൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. 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 اللهم اغفر لي وارحمني وتب علي. 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 اللهم اغفر لي وارحمني وتب علي.
اللهم اغفر لي وارحمني وتب علي 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 تقبل الله അല്ലാഹുവേ സാധുക്കളായ നിങ്ങൾ നീ പരിശുദ്ധമായ മനോഹരമായ റജബിന്റെ ആദ്യ രാവിലെ നീ ബറക്കത്തും റഹ്മത്തും സലാമത്തും ഇജാബത്തും ഇറക്കിത്തരുന്ന ഏറ്റവും സുന്ദരമായ രാവിലെ നിങ്ങൾ ഈ പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കണേ അല്ലാഹുവേ. മഹാനായ ഇബ്നു മുനബ്ബഹ് തങ്ങൾ പറഞ്ഞതുപോലെ ഇത് റജബിന്റെ എല്ലാ ദിവസവും രാവും പകലും ഒരു മാസക്കാലം കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവേ ഇത് മുടങ്ങാതെ 70 വട്ടം രാവിലെയും വൈകിട്ടും ഓതിയാൽ അവരുടെ ശരീരത്തിന്റെ തൊലി നരകത്തിന് ഹറാമാണ്. അല്ലാഹുവേ നരകത്തിനെ കുറിച്ച് ചിന്തിക്കാ പോലും ഞങ്ങൾക്ക് കഴിവില്ല അല്ലാ. പിന്നെങ്ങനാ റബ്ബേ അതിൽ ചെന്ന് ചാടുന്നത്? അല്ലാഹുവേ ഈ പരിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ രാവിലെ നീ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം കൊടുക്കുമ്പോ സാധുക്കളാണ് ഞങ്ങൾക്ക് കൂടെ അതിന്റെ അവസരം തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ അൻവാറേ ഫജറിന്റെ ആത്മീയ മജ്‌ലിസിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്, കൂടെ ചൊല്ലുന്നുണ്ട്, ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ അത് പരിപൂർണമായി ഖബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധമായ രാവിൽ ഇനി നമുക്ക് ചൊല്ലാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മനപ്പാടല്ല, എല്ലാവരും ചൊല്ലി പരിചയമുള്ള പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലി പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആയാണ്. എന്താ ദുആ? റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് റാഹത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. ഒരുപാട് ചെയ്യുന്നില്ല, ഒരു 11 വട്ടം ഹൃദയം ടച്ച് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കേ. അല്ലാഹു ഈ രാവിൽ എന്താ നമ്മൾ ഒഴിവാക്കോ? വലിയ ബിഗ് ഓഫർ അല്ലേ നമ്മുടെ മുന്നിൽ? റജബിന്റെ ആദ്യ രാവ് അല്ലേ? കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു നൽകുന്ന നിഅമത്തല്ലേ ഈ ദുആ. റജബിന്റെ പിറവി കണ്ടാൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്റ്റീവ് ആയിരുന്നു. ഈ ദുആ സജീവമാണ്. ഈ ദുആയിൽ എല്ലാം ഉണ്ട്. ഈ നമ്മൾ ഇവിടെ പറയുന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, ഇതിന് വേറെ ഇനി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും കേറ്റിയില്ലെങ്കിലും ഇത് ഹദീസിൽ അവിടുത്തെ പരിശുദ്ധമായ വഹീന്റെ നാവിലൂടെ ചൊല്ലിയ ദുആയാണ്.
ഈ ദുആ അല്ലാഹു റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം എന്നാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ പടച്ചോനെ ഖുർആൻ ഓതാനും നോമ്പ് പിടിക്കാനും ഖത്തം ഓതാനും എല്ലാം അവസരം തരണേ എന്ന് എക്സ്ട്രാ നമ്മൾ ചോദിച്ചില്ലെങ്കിലും അതെല്ലാം ഈ ഒറ്റ ചോദ്യത്തിലുണ്ട് എന്നാ. അപ്പോൾ ആ ദുആ നമുക്കൊന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു 11 വട്ടം ഒന്ന് ചൊല്ലിക്ക് എല്ലാവരും ഖൽബും നാവ് ഒരുമിച്ച് ചൊല്ലട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 آمين يا رب العالمين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അൽഹംദുലില്ലാ ഒരു ചെറിയ ദിക്റുണ്ട്. ദിക്ർ ചെറുതാണ്, പൂരിശ വലുതാണ്. എങ്ങനെ ഹദീസിൽ കിതാബിൽ കാണുന്നറിയോ? ഈ പരിശുദ്ധമായ ദിക്ർ തസ്ബീഹ് പരിശുദ്ധമായ റജബിന്റെ ആദ്യ രാവ് മുതൽ 10 ദിവസം വരെ, റജബിന്റെ ആദ്യത്തെ 10 സജീവമായി നമ്മൾ ചെയ്യേണ്ട ദുആയാണ് പരിശുദ്ധമായ തസ്ബീഹാണ്. ഇത് അറിയാൻ നമ്മൾ തിരഞ്ഞെടുത്തില്ലേ, അതെന്നെ വലിയ ഭാഗ്യമാണ് കൂട്ടരെ. എത്ര പേർക്ക് നഷ്ടപ്പെടുന്നറിയോ? എത്ര പേര് പ്രിയപ്പെട്ടവരെ ഇത് അറിയാതെ പോകുന്നു. അപ്പൊ അള്ളാഹു നൽകിയ വലിയ തൗഫീഖ് ആലോചിച്ച് നോക്കിയാൽ അൽഹംദുലില്ലാഹി അൽഫ മറ. എന്താ ഈ തസ്ബീഹിന്റെ പവർ? കിതാബിൽ കാണുന്നത് ഇതിന്റെ കൂലി ഒരാൾക്കും മനസ്സിൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒരാളും ചിന്തിക്കാത്ത, ഒരാൾക്കും കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്ര കൂലിയാണ്, സവാബാണ്, അജ്റാണ് ഇതിന് അള്ളാഹു തരുന്നത് എന്ന്. അപ്പൊ എന്താ അല്ലാഹു അലം ഇത്ര കിട്ടാൻ പോകുന്നു. അത്രയേറെ മനോഹരമാണ് ഈ തസ്ബീഹ്. മഹാന്മാർ പറയുന്നുണ്ട് ഒരു 100 വട്ടം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം,
سبحان الحي القيوم 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 تقبل الله അല്ലാഹു സ്വീകരിക്കട്ടെ കബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാ ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചൊരല്പസമയം കൂടി ഇരുന്നാൽ മതി എന്നിട്ട് നമുക്ക് അൽഹംദുലില്ലാ ഈ മജ്ലിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം ഏതാണെന്നറിയോ ദിക്റും ദുആയും എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം ദുആയാണ് ദുആ അപ്പൊ അതിനു മുമ്പേ നമ്മൾ നമ്മുടെ ഓൺലൈൻ മടക്കി വെച്ചിട്ട് നമ്മൾ പോയാൽ തീരാ നഷ്ടം ഉണ്ടാവും ദുആ കൂടെ നമ്മൾ ചേരണം അൽഹംദുലില്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ നോടിച്ചു പറയാം നമുക്ക് ചൊല്ലാനുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ മനപ്പാടമില്ലാത്തവരുണ്ടാവില്ല ഓതാത്തവരുണ്ടാവില്ല സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഇരുന്ന ഇരിപ്പിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസിന്റെ 100 മഹത്വങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു തീർക്കാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പോരിശികളുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്
സൂറത്തുൽ ഇഖ്ലാസ് പ്രിയപ്പെട്ടവര്, അതിന്റെ മഹത്വം ഞാൻ പറയുന്നില്ല, നമുക്ക് ഓതാം. ഈ റജബും സൂറത്തുൽ ഇഖ്ലാസും തമ്മിലുള്ള ബന്ധം, ഒരു മഹദിയായ ഉമ്മ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത്, ചരിത്രം ഞാൻ പറയുന്നില്ല, വിശാലമാക്കുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റജബിലും 12 തവണ ഓതും അത്രേ. അങ്ങനെ ആ ഉമ്മ മരിച്ച് ഖബറിൽ പോയി. ഖബറിൽ ചരിത്രം വിശാലമാണ്, ഞാൻ കടക്കുന്നില്ല. ഖബറിൽ ആവശ്യാർത്ഥം ഉമ്മയുടെ ഖബർ തുറക്കപ്പെട്ടു. തുറക്കപ്പെട്ടപ്പോ ഉമ്മയെ ഖബറിൽ കാണാനില്ല. ഖബറിൽ ഉമ്മയില്ല, ജനാസയില്ല. അപ്പൊ ആ ഉമ്മയുടെ മോൻ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ആകാശലോകത്ത് അശരീരി കേൾക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇബാദത്തെടുത്ത്, റജബ് മാസത്തെ അള്ളാഹു ആദരിച്ച മാസത്തെ ആദരിച്ച് അവിടുത്തെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ടായിരുന്ന ഉമ്മ, ആ ഉമ്മയെ വഹീദൻ ഫരീദാന്ന, ആരുമില്ലാതെ ഒറ്റക്ക് പള്ളിക്കാടിന്റെ 6 അടി മണ്ണിൽ ഞാൻ കൊണ്ടുപോയി ഒറ്റക്ക് പാർപ്പിക്കുമെന്നാണോ വിചാരിച്ചത്? ഒരിക്കലും അങ്ങനെ ഒറ്റക്ക് എടുത്തില്ല. അവരെയൊക്കെ സ്വർഗലോകത്ത് ഏറ്റവും വലിയ മഹത്വമായ റേഞ്ചിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി എന്ന് അശരീരി കേട്ടു. മകൻ അത്ഭുതപ്പെട്ട സംഭവം. എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചതല്ല. നേരം പോക്കിന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ഗഡ്സുള്ള യോഗ്യരായ ഉലമാക്കൾ ഈ ചരിത്രം സീറ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പവറുള്ള ചരിത്രമാണ്. ആലോചിച്ചോക്കെ. അപ്പോ ആ സൂറത്ത് ഒരു 12 വട്ടം ബർക്കത്തിന് വേണ്ടി എല്ലാവരും മഅൽ ബസ്മല, ബിസ്മിയോട് കൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്
അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവിധ പോരിശയും ബറക്കത്തും ഈ ലോകത്തും ഖബറിലും എല്ലാം രക്ഷപ്പെടുന്ന തരത്തിൽ റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഴാമതായി നമ്മൾക്ക് പറയാനുണ്ട്. അതെന്താ? ഇപ്പോൾ നമ്മൾ ഖൽബിൽ നിയ്യത്ത് ചെയ്യേണ്ട കാര്യമാണ്. നാളത്തെ നോമ്പ് എത്ര ഭാഗ്യാന്നറിയോ? നാളെ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ ഒരല്പമെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരെ ഈമാനിന്റെ വോൾട്ടേജ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നാളത്തെ നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല. കാരണം നാളത്തെ നോമ്പ് കൊണ്ട് കിട്ടുന്ന പവർ അത്ര വലിയ പവറാ. അത് ഭാഗ്യവാൻ, അള്ളാന്റെ പ്രത്യേക സൗഭാഗ്യം, തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയാം, കുറച്ച് കഷ്ടപ്പാട്, ജോലിക്ക് പോകണം, പ്രയാസമുണ്ട്, ഇടയ്ക്കൊരു നോമ്പാകുമ്പോൾ ഒരു തലവേദനയൊക്കെ ഉണ്ടാകും. അസർ കഴിയുമ്പോൾ കാര്യമാക്കണ്ട, അസ്വസ്ഥത നമ്മൾ പരിഗണിക്കണ്ട. തീരെ നിവൃത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരല്പെങ്കിലും അള്ളാഹു നമുക്ക് ആഫിയത്ത് പിടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നാളെ നോമ്പുകാരാകണം. നാളെ പകൽ ഇരട്ടി മധുര നാളെ സമ്മേളിക്കുന്നത് റജബിന്റെ ആദ്യത്തെ പകലാണ് നോമ്പ്. അതോടൊപ്പം തിങ്കളാഴ്ച ഓൾറെഡി നോമ്പ് സുന്നത്തുണ്ട്. നോമ്പ് ഖളാ വീട്ടാനുള്ള ഉമ്മമാരുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് നിയ്യത്ത് വെക്കാം. നിങ്ങളൊന്ന് കൽബിൽ നിയ്യത്ത് വെച്ചേ, അല്ലാഹുവേ നോമ്പ് ഫറള് ഖളാ വീട്ടാനുള്ള ആളുകൾ നിയ്യത്ത് ആദ്യം ഒന്ന് കൽബിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കരുതാം. അപ്പോൾ അല്ലാഹുവേ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ റമദാനിന്റെ ഒരു നോമ്പ് നാളെ ഞാൻ നോറ്റ് വീടാൻ കരുതിയിരിക്കുന്നു. അല്ലാഹ് തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെയുള്ളവർ അങ്ങനെ ഒന്ന് നിയ്യത്ത് വെക്കാം. ഇനി അല്ലാഹുവേ പടച്ചവനെ, നാളത്തെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ അതിൻ്റെ കൂടെ കരുതുകയാണ്. അല്ലാഹ് ഫർദില്ലാത്തവർക്കാണെങ്കിൽ നാളെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ, സുന്നത്ത് നോമ്പ് എടുക്കാൻ കരുതിയിരിക്കുന്നു റബ്ബേ. കരുതിയല്ലോ. ഇനി അതിന്റെ കൂടെ റജബിന്റെ 1-ാമത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പ് മതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ കൂലി പറയുന്ന വേളയിൽ എന്താ കൂലി എന്നറിയോ? റജബിൽ നോമ്പെടുക്കുന്നവർക്ക് അള്ളാഹു ആദ്യം കൊടുക്കുന്ന മൗഫിറത്താണ്. കോടിക്കണക്കിന് തെറ്റുണ്ടെങ്കിലും അള്ളാഹു മാച്ചു കൊടുക്കും. എന്താ റബ്ബേ, എത്ര കൂലിയാന്ന് നോക്കി. അള്ളാഹു തെറ്റുകൾ മുഴുവൻ പുറത്തു കൊടുക്കും. സാധാരണ റമദാനിലാണ് അള്ളാഹു മുഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. റമദാനിൽ 2-ാമത്തെ പത്തിൽ മഗ്ഫിറത്തിന്റെ പാപമോചനത്തിന്റെ 10. ആ 10 ആകുമ്പോൾ പാപം ഉണ്ടാവില്ല, ഒരു ചുക്കുണ്ടാവില്ല. പാപം ഉണ്ടാവുന്നില്ല, അത്രയേറെ പാപം പൊറുക്കപ്പെടും. 2-ാമത്തെ കൂലി എന്താ? ഇസ്മത്ത്. ഇന്ന് അല്ലെങ്കിൽ റജബിന്റെ നോമ്പ് കൊണ്ട് പാപം പൊറുക്കപ്പെട്ടാൽ പിന്നെ പാപങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. വലിയ തൗഫീഖാണത്. പാപം ചെയ്യാൻ തോന്നുന്നില്ല, വലിയ ഭാഗ്യല്ലേ അത്. ഒരു ഹറാമ് കാണാൻ തോന്നുന്നില്ല, വെറുപ്പ്. ഒരു ഹറാമ് കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത. ഒരു ഹറാമിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ പറയുമ്പോൾ, വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഭയങ്കര ഇടങ്ങേറ്, തെറ്റിയാനുള്ള ഇടങ്ങേറ്. വലിയ തൗഫീഖാണ്. അത് കിട്ടും അത്രേ റജബിലെ നോമ്പെടുത്താൽ. ഒന്നുകൂടെ ഉണ്ട്, ഖിയാമത്ത് നാളിൽ ദാഹം ഉണ്ടാവില്ല. ചെരിപ്പടിക്കാല് വരെ, മുട്ടുവരെ, അരവരെ, തോളുവരെ, മൂക്കുവരെ ആളുകൾ വിയർപ്പിൽ വല്ലാത്ത കഷ്ടപ്പെടുന്ന, എല്ലാവരും ബേജാറായി ഓടുന്ന, നെട്ടോട്ടമോടുന്ന ലോകമാണ് മഹ്ശറിന്റെ ലോകം. അവിടെ ദാഹമില്ലാത്തവരായി, ഒരാൾക്കും വസ്ത്രമില്ലാത്ത മഹ്ശറിൽ അവിടെ അല്ലാഹു വസ്ത്രം കൊടുക്കുന്ന വിഭാഗം. എല്ലാവരും വിശന്ന് ദാഹിച്ച് വലയുന്ന വേളയിൽ മഹ്ശർ ലോകത്ത് അല്ലാഹു തമ്പുരാൻ ഖിയാമത്ത് നാളിൽ വയർ നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന, ദാഹം തീർത്തു കൊടുക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ നന്മയാണ് റജബിന്റെ നോമ്പ്. അല്ലാഹുവേ, റജബിന്റെ ഒരു നോമ്പെങ്കിലും എടുക്കാൻ ഭാഗ്യം കിട്ടാത്തവർ വല്ലാത്ത ഭാഗ്യം കിട്ടവരാണ്. അല്ലാഹുവേ, കഴിയുന്നവർക്കൊക്കെ നാളെ പകലിൽ നോമ്പുകാരാകാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഈ നിയ്യത്തിൽ എല്ലാവരും പ്രിയപ്പെട്ടവരെ ഒരുങ്ങണം. കഴിവിന്റെ പരമാവധി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടി അവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഇനി
ഒരുപാട് ദിക്ർ ചൊല്ലി ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ഈ നമ്മുടെ കഴിവിന്റെ പരമാവധി ദിക്റുകളൊക്കെ ചൊല്ല കഴിവിന്റെ പരമാവധി നമുക്ക് ദുആ ചെയ്യുന്നതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു ദിക്ർ കൂടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ പ്രത്യേകം ചൊല്ലണമെന്ന് ഉലമാ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭമായ ദിക്റുണ്ട്. ആ ദിക്റിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് റജബിന്റെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ വൈകിട്ട് 7 വട്ടം വീതം പാരായണം ചെയ്യണം എന്ന് പറഞ്ഞതാണ്. 7 വട്ടം വീതം. ചെറിയ ദിക്റാണ്, ചെറിയ ദുആയാണ്. എന്താ അതിന്റെ കൂലി എന്നറിയോ? അള്ളാഹു നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കില്ലേ, ആ മലക്കുകളോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ മനുഷ്യന്റെ തിന്മയുടെ ഏടുകളെല്ലാം കരിച്ചു കളയണം. കിതാബിൽ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, യോഗ്യനായ ഗഡ്സുള്ള ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ഏടുകൾ ചുമ്മാ വെട്ടിക്കളയണമെന്നല്ല, ഒന്നങ്ങോട്ട് മാച്ചു കളയുന്നല്ല, അവരുടെ തിന്മയുടെ ഏടുകൾ കരിച്ചു കളയണം എന്ന് മലക്കിലോട് അള്ളാഹുവിന്റെ ഓർഡർ വരുമെന്ന അത്ര പവറുള്ള ദിക്റ. അത് 7 വട്ടം ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈർ കൊടുക്കും. കുഞ്ഞു ദിക്റാണ്, ഒന്ന് 7 വട്ടം ചൊല്ലാം. നമുക്ക് നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കും, ഒന്ന് 7 വട്ടം ചൊല്ലാം. എല്ലാവരും ഹൃദയ സാന്നിധ്യത്തോടെ ഒന്ന് ചൊല്ലുക. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا تقبل الله آمين يا رب العالمين الحمد لله. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അമലാണ്. അതുകൂടെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? അത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. സ്വലാത്തില്ലാതെ ഒരു മുഅ്മിനിന് ഒന്നുമില്ല. ലക്ഷക്കണക്കിന് കിതാബുകൾ പരിശോധിച്ചാൽ ഇമാമുകൾ ലക്ഷക്കണക്കിന് സ്വലാത്ത ചൊല്ലിയിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. ആ സ്വലാത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ള ഉലമാഇന്. ഏതാ സ്വലാത്ത്? അത് സ്വലാത്തുൽ ഇബ്രാഹിമിയ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനാവിലൂടെ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്താണ്. അത് ഇബ്രാഹിമി സ്വലാത്ത്.
ആ സ്വലാത്ത് അൽഹംദുലില്ലാഹ് ബറക്കത്തിന് വേണ്ടി ഒരു 3 വട്ടം എല്ലാവരും ഖൽബറിഞ്ഞിട്ട് നമ്മൾ ദുആ എടുക്കാൻ പോവാണ്. അതിന് മുന്നോടിയായി ആത്മാർത്ഥമായിട്ട് അന്ന് ചൊല്ലിക്കേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മഹാന്മാർ പറഞ്ഞു തരുന്ന ഒരു സ്വലാത്ത് ഉണ്ട്. അത് ഏതാ? പരിശുദ്ധമായ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിമിയ്യ. ഉമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട സ്വലാത്താണ്. ഫാത്തിമ ബിയുടെ വെറൈറ്റി സ്വലാത്താണ്. നമ്മുടെ മുറാദുകളൊക്കെ കൽബിൽ കരുതുക, രോഗമുണ്ടെങ്കിൽ മാറാൻ കൽബിൽ കരുതുക, ആവശ്യമുണ്ടെങ്കിൽ നിറവേറാൻ കൽബിൽ കരുതുക. അതോടൊപ്പം ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ചൊല്ലാം നമുക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, 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 اللهم صل على النور واهلي، 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 اللهم صل على النور واهله. تقبل الله. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് നമ്മുടെ മജ്ലിസ് ദുആയിലേക്ക് ചേരാൻ പോവാണ്. ഒരുപാട് പേര് ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദുആ ചെയ്യുന്ന ആളുടെ ഒരു പോരിശയല്ല കേട്ടോ, ഇവിടെ 0 ആണത്. ദുആ ചെയ്യുന്ന ആളെ നോക്കിയാൽ 0. പിന്നെ എന്താ പോരിശയുള്ളതെന്നറിയോ? ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ആമീൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വന്നിട്ട്, അള്ളാന്റെ ഇജാബത്ത് മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചോളൂ തരാം എന്ന് പറയുന്ന ഒരു രംഗുണ്ട്. ഹദീസിൽ കാണാം, യാ അർഹമർ റഹീമീൻ എന്ന് 3 വട്ടം പറഞ്ഞാൽ മതി എന്നാ. അപ്പൊ അള്ളാഹു പറയും, മലക്കുകൾ പറയും, എന്ത്? ഒരു പ്രത്യേക മലക്കുണ്ട്, യാ റഹമർ റഹീമീൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ ആ മലക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, യാ ഇന്ന അർഹമർ റഹീമീൻ ഖദ് അഖ്ബല അലൈക്, നിങ്ങളുടെ മുന്നിൽ ഇതാ നിങ്ങൾ ചോദിക്കുന്ന അർഹമർ റഹീമീൻ അള്ളാന്റെ ഇജാബത്ത് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഇനി ചോദിച്ചോളൂ. യാ അർഹമർ റഹീമീൻ വലിയ പവറാണ്. എപ്പോ ദുആ ചെയ്യുമ്പോൾ 3 വട്ടം യാ അർഹമർ റഹീമീൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ മതി. അങ്ങനെ പോരിശയാണ്. അപ്പൊ എല്ലാവരെയും നമ്മൾ ദുആയിൽ ചേർക്കണം. നമ്മുടെ മരിച്ചുപോയവരെ പ്രത്യേകിച്ച് ചേർക്കണം. അൽഹംദുലില്ലാഹ്. എല്ലാവരും കണ്ണടച്ച് ഖൽബ് തുറന്നേ ദുആരക്കാം. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا أرحم الراحمين، اللهم يا أرحم الراحمين
اللهم يا أرحم الراحمين. അർഹമുർറഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങളീ പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവിൽ നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പാടിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, എല്ലാറ്റിന്റെയും ഇതിലെ സവാബ്, എല്ലാറ്റിന്റെയും ഞങ്ങളുടെയും ഈ പ്രപഞ്ചലോകത്തിന്റെ സകലമാന കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യറൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, നിങ്ങളുടെ കൂട്ടുകാര്, കുടുംബക്കാര്, മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാന്നവന്മാര്, ഉസ്താദിമാര്, മശായിഖന്മാര്, അല്ലാഹുവേ നിങ്ങളുടെ അൻവാറേ ഫജ്റിന്റെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുപ്പമാരുടെ മരണപ്പെട്ടു പോയവര്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവര്, അല്ലാഹുവേ അവിടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയ സകലമാന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ. നിങ്ങൾക്ക് നീ അഫൂ നൽകണേ മാപ്പ് നൽകണേ ഇന്ന് എന്ത് ചോദിച്ചാലും ഇജാബത്ത് ഉറപ്പാണല്ലോ റബ്ബേ. ഹദീസുകൾ ഉണ്ടല്ലോ അല്ലാഹുവേ. ഇമാമുന ശാഫി തങ്ങള് കറതീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് എന്ത് ചോദിച്ചാലും ഇജാബത്ത് തരുമല്ലോ അല്ലാഹുവേ. ഒരുപാട് തെറ്റ് ചെയ്തു പോയ സാധുക്കളാണ് ഞങ്ങള്. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തു പോയത്, പഠിച്ചവരെ ആരും കാണാതെ ചെയ്തത്, പറഞ്ഞത്, കേട്ടത്, കണ്ടത്, അല്ലാഹുവേ മാപ്പാക്കണേ ഈ പരിശുദ്ധ രാവില്, ഈ പരിശുദ്ധമായ മജ്‌ലിസില് പടച്ചവരെ കോടിക്കണക്കിന് പാപങ്ങൾക്ക്, തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുമ്പോ ഞങ്ങൾക്ക് കൂട്ടത്തിൽ പെടാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങൾ ഉയർത്താൻ മറ്റിടവും ഞങ്ങൾക്കില്ല റബ്ബേ. പടച്ചോരേ, ഞങ്ങളോട് പിന്നവായെന്ന് പറയല്ലേ ഈ പരിശുദ്ധമായ അൻവാറേ ഫജ്റിന്റെ ആത്മീയ മജ്‌ലിസില് പടച്ചോരേ രോഗികളും പ്രയാസമുള്ളവരും പലരുമുണ്ട് അല്ലാഹുവേ. മുറാദുകൾ ഹാസിലാകാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കുടുംബത്തിൽ സന്തോഷമില്ലാത്തവര്, പടച്ചവരെ മക്കളില്ലാത്തവര്, മക്കളുടെ രോഗം മാറാൻ പറഞ്ഞവര്, അല്ലാഹുവേ ക്യാൻസർ ബാധിച്ച ആളുകള്, ഓപ്പറേറ്റ് പറഞ്ഞിട്ടുള്ള ആളുകള്, പഠിച്ചവരെ ഷാഫിയായ, കഫിയായ, മുആഫിയായ നീ രോഗശമനം കൊടുക്കണേ അല്ലാഹുവേ. റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ റമളാനിലേക്ക് ഞങ്ങളെ ആഫിയത്തോടെ എത്തിക്കണേ അല്ലാഹുവേ. ക്യാൻസർ ബാധിച്ച ഉമ്മമാരടക്കം സഹോദരങ്ങളടക്കം ഹമീം പറയാണ് റബ്ബേ. നീ തള്ളിക്കളയൂല്ലല്ലോ പഠിച്ചവരെ എത്ര നേമത്താണ് നീ ഞങ്ങൾക്ക് ചെയ്തത്. ഈ നേരം വരെ ഞങ്ങൾക്ക് ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ഹൃദ്രോഗങ്ങളില്ല അല്ലാഹുവേ. അത് ഞങ്ങൾ കേമന്മാരായതുകൊണ്ടല്ല, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലത്തിൽ വന്നിട്ട്, വെള്ളിയാഴ്ച വന്നിട്ട്, ഉസ്താദേ ഞങ്ങളുടെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറാണ്, ഒരിറക്ക് വെള്ളം കുടിക്കാനും മരണവേദനയാണ് ഉസ്താദേ.
അല്ലാഹുവേ കുടിവെള്ളമൊന്ന് കുടിച്ചെറുക്കാനെങ്കിലും ഒന്ന് ദ്വാരക്കടേ എന്ന് പറഞ്ഞിട്ട് പടച്ചവരെ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞിരിക്കുന്ന ഉമ്മയുടെ മുഖം ഞങ്ങൾ ഓർക്കുകയാണ്. അല്ലാഹുവേ പിറന്നു വീണിട്ട് ചില്ലറ ദിവസമായിട്ടുള്ള ഉസ്താദേ, ആ കുഞ്ഞു പൈതലിന് നടുവിന് അപൂർവമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. 18 കോടിയോളം വരുന്ന ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട, മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ട രോഗമാണ്. സാധുവാണ്, പാവപ്പെട്ടവരാണ്. റബ്ബേ, തളർന്ന് തകർന്നു പോകുന്ന രോഗമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് ഓടി നടക്കുകയാണ്, ഞങ്ങളുടെ കുടുംബക്കാർ ഓടി നടക്കുകയാണ്. ഒരു കുഴപ്പമില്ലല്ലോ അല്ലാ, ഞങ്ങളാ നീ ചെയ്ത നിഅമത്ത് മറന്നു പോകുകയാണ്. അല്ലാഹുവേ, രോഗശമനം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ ആമീൻ പറയാൻ പടച്ചവരെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നവരുണ്ട്, ആദ്യം വന്നവരുണ്ട്, പറഞ്ഞവരുണ്ട്. പടച്ചവരെ എല്ലാവർക്കും നീ വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളോട് മഹബത്ത് പറയുന്ന, സ്നേഹം പറയുന്ന, എന്ത് സഹായമാണ് ഉസ്താദേ വേണ്ടതെന്ന് ചോദിക്കുന്ന, പറയുന്ന, തരുന്ന അല്ലാഹുവേ ഒരുപാട് പേരുണ്ട് അല്ലാ. നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ പഠിക്കുമ്പോഴും ജോലി ചെയ്തപ്പോഴും ഞങ്ങൾക്ക് സ്വന്തം കുടുംബത്തിൽ അങ്ങനത്തെ പോലെ ഭക്ഷണം തന്നവരുണ്ട് റബ്ബേ. പടച്ചവരെ ഭക്ഷണം വിളമ്പി തന്ന, ഭക്ഷണം ഞങ്ങൾക്ക് പാചകം ചെയ്തു തന്ന ഉമ്മമാരുടെ കരങ്ങളിൽ സ്വർഗീയ വളകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉപ്പമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അൻവാറെ ഫജറിന്റെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആമീൻ പറയുന്ന കൊച്ചുമക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളുടെ കാന്നവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. വന്യരായ പഠിച്ചവരെ വിരീതിന്റെ ഉസ്താദ് സുബൈർ ഉസ്താദ് ഖബറിലാണ്. ഞങ്ങളുടെ പല ഉസ്താദുമാരും ഖബറിലാണല്ലാ. ഖബർ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ റബ്ബേ. പഠിച്ചവരെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും കുടുംബക്കാർക്കും മുഹബ്ബീങ്ങൾക്കും ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ചവരെ ഒരുപാട് കാലം ഞങ്ങളുടെ ഉമ്മാന്റെ ഉപ്പാന്റെ മുഖമൊന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവരെ അവര് രോഗിയായി കിടക്കുന്നത്, അവര് ഞരങ്ങുന്നത്, മൂളുന്നത്, അവര് കരയുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലാ. പഠിച്ചവരെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. വെയിൽ കൊണ്ട് റബ്ബേ പണിയെടുത്തവരാണ്. നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഓടി നടന്നവരാണ്. റബ്ബേ, വാഹനമില്ലാത്ത കാലത്ത് കിലോമീറ്റർ ഞങ്ങളെ തോളത്തെടുത്ത് നടന്നു പോയവരാണ്. റബ്ബേ, ഉറങ്ങാതെ ഹോസ്പിറ്റലിൽ കാത്തിരുന്നവരാണ്. റബ്ബേ, കരണ്ടില്ലാത്തപ്പോ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളെ പോറ്റിയവരാണ്. റബ്ബേ, ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഒരു സാധുവാണല്ല, അവർക്ക് ആദ്യം സ്വർഗം കൊടുക്കണേ അല്ല, ആദ്യം സ്വർഗം കൊടുക്കണേ അല്ല. നിങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് സാധുക്കളാണ്. പഠിച്ചവനെ നീ സലാമത്തിലാക്കണേ അല്ല. പഠിച്ചവനെ ഒരു ദിവസം ഞങ്ങളുടെ ഭാര്യയ്ക്കൊരു തലവേദന വന്നാൽ റബ്ബേ, ഞങ്ങളുടെ വീടിന്റെ മുഴുവൻ അവസ്ഥയും ഡിസോർഡർ ആകും, താളം തെറ്റും. റബ്ബേ, അല്ലാഹുവേ, എത്ര കഷ്ടപ്പാടാണ് ഞങ്ങളുടെ മക്കളെ ഒരുക്കുന്നത്, ഭക്ഷണം തയ്യാറ് ചെയ്തു തരുന്നത്. റബ്ബേ, അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. റബ്ബേ, ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കൾ പരസ്പരം സ്നേഹമുള്ള, മാതാപിതാക്കൾ സ്നേഹമുള്ള, മഹബത്തുള്ള കുടുംബമാക്കി ഞങ്ങളുടെ എല്ലാ കുടുംബത്തെ മാറ്റണേ അല്ലാ. അവസാനം മരിക്കുന്ന നേരത്ത് റബ്ബേ, മുഅ്മിനീങ്ങളെ പോലെ നെറ്റിയൊക്കെ വിയർത്തിട്ട് സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണുമ്പോ സഹിക്കാൻ പറ്റാതെ റബ്ബേ, ചിരിക്കാൻ പറ്റാതെ സന്തോഷം വീർപ്പ് കൂട്ടിയിട്ട് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളുടെ മുഹബ്ബീങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, റബ്ബേ ഖൈർ കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഒരു പീഡനത്തിലും അവരെ ഇരയാക്കല്ലേ അല്ലാ. ഫലസ്തീനിന്റെ മക്കൾക്ക് നീ എന്നും വിജയം കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, അല്ലാഹുവേ, ശത്രുക്കൾക്ക് നല്ല ബോധം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാര്, മശായിഖന്മാര് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്യരായ
അല്ലാഹുവേ അസ്റത്ത് അവറുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി അസ്റത്ത് അതിരാപട്ടണം അല്ലാഹുവേ ദീർഘായുസ്സിന്റെ ത്വാഅത്തിൽ കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം അവിടുത്തെ കൈപിടിച്ച് തണലിൽ നടക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ തർബിയത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് മുറിയാതെ തരണേ റബ്ബേ. അല്ലാഹുവേ അനുഗ്രഹങ്ങൾ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ 1529 ക്ലാസ്സുകൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടു. അല്ലാഹുവേ ആ ക്ലാസ്സുകൾ മനോഹരമായി ഞങ്ങളുടെ സഹോദരൻ അത് സംവിധാനിച്ചു. റബ്ബേ ഇനിയും ഒരുപാട് കാലം അവസാനത്തെ വാക്കുവരെ ദീനിന്റെ ഖിദ്മത്തോടുകൂടെ സംസാരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ദീനായി പറയാൻ റബ്ബേ ജോലിയും ശമ്പളവും എല്ലാം രണ്ടാം ഭാഗം, ആദ്യം ദീൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റം റബ്ബേ ഇസ്സത്ത് ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. പടച്ചവനെ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ മരിക്കാനും ഭാഗ്യം നൽകണേ അല്ലാ. മുറാദുകൾ ഒരുപാട് പറഞ്ഞവരുണ്ട്, ഓരോന്ന് പറയാൻ കഴിയില്ല. പങ്കെടുത്ത എല്ലാവരുടെ മുറാദും ഹാസിലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا അർഹമർ റഹീമീൻ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാസൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതതു കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. بحق صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صلي على جميع الأنبياء المرسلين والحمد لله رب العالمين. അൽഹംദുലില്ലാഹ്. പങ്കെടുത്ത എല്ലാവർക്കും മനസ്സ് നിറച്ച് നന്ദി പറയാണ്. എപ്പോഴും ദുആയിലുണ്ടാകും, നിങ്ങളുടെ ദുആയിലുണ്ട് എങ്കിലും ഓർമ്മപ്പെടുത്തിയാണ്. വിനീതനെ, കുടുംബത്തിനെ, ഇതിന്റെ പ്രവർത്തകരെ ഓർക്കണം. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലികാരാക്കി അൻവാർ ഫസലിന്റെ ആത്മീയ കുടുംബത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നാളെ നമ്മൾ ഇതിപ്പോ പിറ കാണാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള തിരക്കും സമയം വൈകലുമാണ്. അൽഹംദുലില്ലാഹ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്നിച്ചിരുന്ന് ഓതണം, ചൊല്ലണം, ദുആ ചെയ്യണം. എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരുങ്ങണം. നാളെ മഗ്രിബ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു വിജയം ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.